എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇൻട്രോ പറയാനായിട്ട് ക്യാമറ ഫേസ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈറ്റിങ്ങിനോ അതുപോലെ തന്നെ സൗണ്ടിനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ചിക്കനും മയണൈസും കൂടിയുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച്. അപ്പം നമ്മൾ മയണൈസ് വീട്ടിൽ തന്നെ മുട്ടയില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ട്. ഈ ഒരു ചിക്കൻ ചെറിയ ക്യൂബുകളാക്കി മുറിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്ക് ചെയ്യാൻ നേരത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ചിക്കൻ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളകും ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 വിസിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. 3 വിസിലൊക്കെ വേവിക്കുകയാണെങ്കിൽ ഈ ഒരു ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരും. ഇനി നിങ്ങൾക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ ഒരുപാട് അളവിലൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ലതായിട്ട് നമ്മളിതുപോലെ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മയണൈസാണ്. അപ്പോൾ മയണൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയണൈസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എടുക്കാം. ഞാനിവിടെ ഗാർലിക് മയണൈസാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു ഗാർലിക് ഫ്ലേവറിൻ്റെ ഒരു മയണൈസാണ്. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു മയണൈസും ചിക്കനും മാത്രമായാലും മതി. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മയണൈസിൽ ഓൾറെഡി ഉപ്പുണ്ടാകും. ആ ഒരു ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് വേണം. അപ്പോൾ നമുക്ക് ബ്രെഡ് എന്ന് പറയുമ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ ഈ ബ്രെഡിൻ്റെ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു സാൻഡ്വിച്ച് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിലൊരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സാൻഡ്വിച്ച് നന്നായിട്ടത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ ഒരു ബ്രെഡിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു ബ്രെഡ് അതിന് മുകളിലായിട്ട് വെച്ചതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നമ്മൾ സെർവ് ചെയ്യാം. ഇതിനി ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടും ഈ ഒരു സാൻഡ്വിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു സാൻഡ്വിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. ഈ ഒരു സാൻഡ്വിച്ചിൽ നല്ലൊരു ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഉണ്ട്. ആ ഒരു മയണൈസിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാണ് ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സാൻഡ്വിച്ചാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവ് കൂട്ടാനും കുറയ്ക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്